ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അമ്മമ്മ പോണ ദിവസമാണ്. അപ്പോൾ ഒരു വിഷമമുള്ള ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് അമ്മമ്മ തിരിച്ച് മാമയുടെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അമ്മമ്മ നേരത്തെ നീറ്റതാ അമ്മമ്മയുടെ അടിയും തോടെയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായക്ക് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ രാവിലെ തന്നെ ഇതാ ഗ്രീഷ്മ അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവളാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അമ്മമ്മയുടെ കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു നേരമാവും കേട്ടോ. അപ്പോൾ അമ്മമ്മയും കുളിച്ച് തൊഴുത് കുറിയൊക്കെ തൊട്ടിട്ട് ഇതാ അമ്മമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. രാവിലത്തെ അമ്മമ്മയുടെ കുറി തൊടുന്ന സ്റ്റൈലൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആളിതാ കാലൊക്കെ ഇതാ അങ്ങനെ പിണഞ്ഞു വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കുറി തൊടുക. നാമം ചൊല്ലിയിട്ടൊക്കെയാണ് ആൾ കുറി തൊടുക. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞങ്ങൾ രാവിലത്തെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലി ആൾക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇത്രയൊന്നും കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇതാ അങ്ങടഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ചായ കുടിച്ചു. പിന്നെ അമ്മമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മമ്മയും കൂടി ഇരുന്നിട്ടാണ് ഈ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയും കുളിയൊക്കെ കഴിഞ്ഞത് ഗ്രീഷ്മയ്ക്ക് മുടിയൊക്കെ വേറെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്ഥിരം പരിപാടിയാണ്. ഞങ്ങളുടെ രണ്ടാളെയും തല അങ്ങനെ മാറി മാറി വേറെടുത്ത് തരും ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് അമ്മായി ഒരു ചക്കട കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഇടിച്ചക്ക ഉണ്ടായിരുന്നു, പിന്നെ മൂത്ത ഒരു ചക്കട കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പേരി അതുകൊണ്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പതിവ് പോലെ തന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അമ്മ വെള്ളം കലക്കിയിട്ടുണ്ട്. വെള്ളം കലക്കുക മീൻസ് നമ്മുടെ നാരങ്ങ വെള്ളമല്ലേ അത്. പിന്നെ കുറച്ച് തുണികൾ അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മുകളിൽ പോയിട്ട് അത് തിരുമ്പണ്ടായിരുന്നതേ. അപ്പോൾ പിന്നെ അങ്ങനെ വെള്ളമായിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയി. മുകളിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടെടുക്കണത്. പിന്നെ അത് അമ്മമ്മ തുണി തോരടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ മുകളിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇന്ന് പോകണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ. അപ്പോൾ ആൾക്ക് അതൊന്നും പറ്റില്ല, ആൾക്ക് പോയേ പറ്റൂ കേട്ടോ. പിന്നെ ഉച്ചത്തെ നമ്മൾ ഇടിച്ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറി മീൻ വറുത്തതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടോ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. പിന്നെ അമ്മമ്മ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാന്താരി മുളകില്ലേ, അതിവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി അമ്മമ്മേനെ ഒന്ന് പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്തതാണേ. അപ്പോൾ അമ്മമ്മ പറയണത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സുറുക്കൊക്കെ വെച്ചിട്ട് ഉപ്പിലിട്ട് വയ്ക്കില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എന്തിനാ വെറുതെ നാശാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അങ്ങനെ പൊട്ടിക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാനും കൂടി അമ്മമ്മയ്ക്ക് കുറച്ച് പൊട്ടിക്കാൻ അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ആഫ്രിക്കൻ മല്ലി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഫ്രിക്കൻ മല്ലിയുടെ നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ആഫ്രിക്കൻ മല്ലിയാണിത്. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് അതൊന്നും 2 തൈ വേണം എന്ന് പറഞ്ഞിട്ട് അതും കൂടിയും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മമ്മ നമ്മുടെ മുളകും അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പേപ്പറൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ പിന്നെ അത് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായി, ഇതിങ്ങനെ ചുവപ്പും പച്ചയും കളറിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്രത്യേകതരം ഭംഗിയാണല്ലോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതിനോട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉപ്പേരിയിലിടുക, അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിലൊക്കെ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല എരിവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിച്ചില്ല, വേഗം ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് വെയിലൊക്കെ ആറിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അമ്മമ്മേരെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മമ്മ ഊണയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേദിവസം ഞങ്ങൾ കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും നമ്മുടെ ബീഫ് റോസ്റ്റും പിന്നെ മീൻ വറുത്തതുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ചക്കയുടെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ചോറുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഉമ്മറത്ത് പോയിട്ടിരുന്നു. കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു മഴ പെയ്താലോ, ഇന്ന് പോകണോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾ സമ്മതിക്കണില്ല. പിന്നെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് മണൽ മീൻസ് മറ്റേ കോറിപ്പൊടിയില്ലേ, അത് ഇറക്കുന്നുണ്ട് കേട്ടോ അച്ഛനവിടെ.
അപ്പോൾ അത് ഈ മഴക്കാറായ കാരണം അതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറക്കാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ തന്നെയാണ് അത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊരു പണിയായി മാറിയിട്ടാണ്. പിന്നെ അതൊക്കെ അച്ഛൻ അത് അങ്ങോട്ട് കയറ്റിയിടേണ്ടി വരുമല്ലോ നമുക്ക്. അപ്പോൾ വെറുതെ അവിടെ ചാക്കൊക്കെ പരട്ടിയിട്ടു, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ആ കോറിപ്പൊടി മുഴുവനും ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറ്റിയിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ഇരട്ടിപ്പണിയായിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു ആ ദിവസം. അങ്ങനെ അവിടെ കോറിപ്പൊടി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ പോകാൻ നോക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ട് ഞങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ യാത്രയൊക്കെ പറഞ്ഞ് അമ്മമ്മയും ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മമ്മയും സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിച്ചില്ല, വേഗം തന്നെ ഇറങ്ങി. മഴയൊക്കെ പെയ്യണേക്കാൾ മുന്നേ അവിടെ എത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളും പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പടിക്കൽ ഈ മണലായ കാരണം തന്നെ അമ്മമ്മ അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ അങ്ങോട്ട് മാമടോടേക്ക് പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉള്ളിവട, പഴംപൊരി അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങളിതാ മാമയുടെ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ മാമയുടെ വീട് വരുന്നത് ചാലിശ്ശേരിയാണേ. അപ്പോൾ അവിടെ അമ്മായിയും പിന്നെ മോളൊക്കെ അവിടെ ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അമ്മമ്മ അവിടെ നിന്ന് എണ്ണ കാച്ചാളം നിലമ്പറ്റൊക്കെ എനിക്ക് പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ച് തരാൻ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ വലിയ കറിവേപ്പിൻ്റെ മരം നല്ല വലുതാട്ടോ, ഭയങ്കര ഹൈറ്റിലാണ്, കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അമ്മമ്മ തോട്ടിയൊക്കെ എടുത്തിട്ട് കുറേ നോക്കി ശ്രമിച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അമ്മമ്മയ്ക്ക് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാനും പൊട്ടിച്ചു. നന്ദുവും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടി. നന്ദു എന്ന് പറയുന്ന മാമയുടെ രണ്ടാമത്തെ മോളാണ്. മാമയ്ക്ക് 2 പിള്ളേരാണ് കേട്ടോ ഉള്ളത്, 2 പെൺകുട്ടികളാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മായി ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ചായ കുടിച്ചു. ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒട്ടും വൈകിച്ചില്ല, നല്ല മഴക്കാറായിട്ടുണ്ടായിരുന്നു. മഴ പെയ്തില്ലെങ്കിലും നല്ല ഇരുട്ട് കുത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒട്ടും വൈകിച്ചില്ല, നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീട്ടിലെത്തിയപ്പോഴത്തേനും കണ്ടോ ആകാശമൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുകയുണ്ടായിരുന്നേ. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.